إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وربك يعلم ما تكن صدورهم وما يعلنون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആകാശ ഭൂമികളിലായി അനേകമായിരം വ്യത്യസ്ത ജീവികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാരാണ്? വിശുദ്ധ ഖുർആൻ ഇക്കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ തന്നെയാകുന്നു സൃഷ്ടികളിൽ ഉത്തമർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ മനുഷ്യരിൽ ഉത്തമരെന്നല്ല, സൃഷ്ടികളിൽ ഉത്തമരാകുമെന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. അത്തരക്കാർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് തുടർന്നുള്ള ആയത്തിൽ, 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ആ സൂറത്തിലെ അവസാനത്തെ വചനത്തിൽ, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ രക്ഷിതാവിങ്കൽ അവർക്കുള്ള പ്രതിഫലം സ്ഥിരതാമസത്തിൻ്റെ താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ്. ഖാലിദീന ഫീഹാ അബദ, അവരതിൽ നിത്യവാസികളായിരിക്കും, എന്നെന്നും അവരതിൽ കഴിഞ്ഞുകൂടും. റളിയല്ലാഹു അൻഹും വറളു അൻ, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ദറജയിലേക്ക്, പദവിയിലേക്ക് അവർ എത്തിയത്? എങ്ങനെയാണ് മനുഷ്യരിൽ എന്നല്ല സൃഷ്ടികളിൽ തന്നെ ഉത്തമരാകാൻ അവർക്ക് സാധിച്ചത്? അത് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അല്ലാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവർക്കത് നേടിയെടുക്കാൻ സാധിച്ചത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ,
അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ അവരാണ് മനുഷ്യരിൽ സൃഷ്ടികളിൽ ഉത്തമരെന്നും അവർക്കാണ് സ്വർഗത്തോപ്പുകൾ ഉള്ളത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ സഹോദരങ്ങളെ, ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന ആ മൻ, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്നുവോ എന്ന ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ലവരെന്നും അവർക്കുള്ളതാണ് സ്വർഗമെന്നും ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിനു വേണ്ടി, അവൻ ഒരുക്കി വെച്ച പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ ധൃതിയിൽ കടന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ഭയപ്പെട്ട് അള്ളാഹു എന്നെ കാണുന്നു, കേൾക്കുന്നു, വീക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്നവരാരോ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് സ്വർഗം എന്ന് സൂറത്തു ആൽ ഇംറാനിലെ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. സൂറത്തുൽ ഖലമിലെ 34-ൽ അല്ലാഹു പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവർ, അവർക്കുള്ളതാണ് അനുഗ്രഹീതമായ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. 7-ാം അധ്യായം സൂറത്തു ശുഅറ, 26-ാം അധ്യായം സൂറത്തു ശുഅറയിലെ 90-ൽ അല്ലാഹു പറഞ്ഞു, വഉസിലഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സ്വർഗം അടുപ്പിക്കപ്പെടും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എങ്കിൽ അവർ തന്നെയാണ് മനുഷ്യരിൽ അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിഭാഗം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും, നിങ്ങളിൽ അള്ളാഹുവിങ്കൽ ഏറ്റവും ആദരണീയനായവൻ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്നവൻ ആരാണെന്നോ, അത്ഖാക്കും, നിങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവനാണ്. മനുഷ്യരെ, നിങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവരാരാണോ അവരാണ് റബ്ബിങ്കൽ ആദരണീയർ എന്ന് വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തക്കുകളിൽ ഉൾപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനെ കൃത്യമായി അറിയുക എന്നതാണ്. അറിവ് കൂടുന്തോറും തഖ്വയും കൂടും, അറിവ് കുറയും തോറും തഖ്വയും കുറയും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് രൂഢമൂലമാകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഭയഭക്തിയും കൂടിക്കൂടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്ഖാക്കും വഅലമുക്കും ബില്ലാഹ് അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കൂടുതൽ അറിഞ്ഞവനും അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുന്നവനും ഞാനാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക നിയമമുണ്ട്. അള്ളാഹുവിനെ അറിയുന്തോറും തഖ്വയും കൂടും, അള്ളാഹുവിനോടുള്ള അറിവ് കുറയും തോറും തഖ്വയും കുറയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നന്നായി അറിയുന്നവൻ, ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവൻ എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഇന്നി അഅലമുഹും ബില്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നന്നായി അറിഞ്ഞവൻ ഞാനാണ്. ഇന്നി അഅലമുഹും ബില്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നന്നായി അറിഞ്ഞവൻ, കൃത്യമായി പഠിച്ചവൻ ഞാനാണ്. വഅശദ്ദുഹും ലഹു ഖശിയ, അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവനും ഞാനാണ്. അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നന്നായി അറിയുന്നവനാണ് ഞാൻ, അതുകൊണ്ട് ഞാനാണ് അള്ളാഹുവിനെ നന്നായി ഭയപ്പെടുന്നവൻ എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയും വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട അറിവാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്. അവൻ്റെ നാമങ്ങൾ ഓരോന്നും അറിയുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, തഖ്വ കൂടും, അള്ളാഹുവിൻ നിരീക്ഷിക്കുന്നു എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ എല്ലാം അത്യുത്തമമായ നാമങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 110-ൽ അള്ളാഹു പറഞ്ഞു, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളതാണ് അത്യുത്തമമായ ഉത്കൃഷ്ടമായ നാമങ്ങൾ. സൂറത്തുൽ അറാഫിലെ 180-ൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന,
അള്ളാഹുവിന് അത്യുത്തമമായ ഉത്കൃഷ്ടമായ ഉത്തമമായ നാമങ്ങളുണ്ട്. സൂറത്തു ത്വാഹയിലെ 8 അള്ളാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവന് ഉത്തമമായ ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. സൂറത്തുൽ ഹശ്റിന്റെ 24 അള്ളാഹു പറഞ്ഞു, ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. 4 സ്ഥലത്ത് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലതിന് ശക്തി പകരുന്നതും ചിലതിൻ്റെ ആശയം വിശദീകരിക്കുന്നവയുമായിട്ടാണ് പരസ്പരം കൂടിപ്പിണഞ്ഞു കിടക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ഖുതുബയിൽ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അർ റഖീബ് എന്ന നാമം. അർ റഖീബ്, അള്ളാഹു റഖീബാണ്. അള്ളാഹു ഹുവൽ റഖീബ്, അള്ളാഹു റഖീബാണ് എന്ന നാമം. അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നാമം വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 117 ആയത്തിൽ പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതായി, അള്ളാഹുവേ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവരിൽ ഏകദൈവാരാധന പഠിപ്പിച്ചവനാണ്. എൻ്റെ മരണശേഷം അവർ എന്നെ ആരാധിച്ചതിന് ഞാൻ കുറ്റക്കാരനല്ല. നീ അവരുടെ മേൽ നിരീക്ഷകനായി ഉണ്ടായിരുന്നുവല്ലോ. അൻത റഖീബ്, അള്ളാഹുവേ, നീ റഖീബായിരുന്നുവല്ലോ എന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം, ആദ്യത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, കാന അലൈക്കും റഖീബാ, നിങ്ങളുടെ മേൽ നിരീക്ഷകനായി നിലകൊള്ളുന്നുണ്ട്. നമ്മളൊരു ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോർഡ് കാണുമ്പോൾ നമ്മുടെ ഇരുത്തവും നമ്മുടെ ഇടപാടുകളും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ വസ്ത്രധാരണവും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കും എങ്കിൽ സദാസമയവും നാം റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായുണ്ട് എന്നാണ് സൂറത്തുൻ നിസായിൽ അള്ളാഹു പഠിപ്പിച്ചത്. ഖുർആനിൻ്റെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 52 അള്ളാഹു പറഞ്ഞു, വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, എല്ലാ കാര്യത്തിൻ്റെ മേലും അള്ളാഹുവിൻ്റെ നിരീക്ഷണമുണ്ട്, അള്ളാഹു നിരീക്ഷകനായി നിലകൊള്ളുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അർ റഖീബ് എന്ന നാമത്തിൻ്റെ വിശദമായ അർത്ഥം ഉൾക്കൊള്ളുന്ന, ഇതിന് ശക്തി പകരുന്ന വേറെ 4 നാമങ്ങൾ കൂടിയുണ്ട്. ഈ 5 നാമങ്ങൾ പരസ്പരം കൂടിപ്പിണഞ്ഞു കിടക്കുകയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 4 നാമങ്ങൾ? അൽ ഹഫീൽ, അൽ അലീം, അസ്സമീഅ്, അൽ ബസീർ. അർ റഖീബ്, അള്ളാഹു നിരീക്ഷകനാണ് എന്ന നാമത്തിന് ഫലം നൽകുകയാണ്, അതിന് ശക്തി പകരുകയാണ്. അള്ളാഹു അൽ ഹഫീൽ, അവൻ സദാസമയവും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അൽ അലീം, അവൻ സർവ്വതും അറിയുന്നവനാണ്. അസ്സമീഅ്, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അൽ ബസീർ, അവൻ എല്ലാം കാണുന്നവനാണ് എന്ന് അർത്ഥമുള്ള ഈ നാമങ്ങൾ. അൽ ഹഫീൽ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ തവല്ലൂ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ 11-ാം അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 57 ഇന്ന റബ്ബീ അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ വീക്ഷണത്തിന് കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അൽ അലീം, എല്ലാം അറിയുന്നവൻ, അറിയാത്തതായി ഒന്നുമില്ലാത്തവൻ എന്നർത്ഥമുള്ള അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 157 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവൻ, കേൾവിക്ക് പരിധിയും പരിമിതിയുമില്ലാത്തവൻ, സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാം കേൾക്കുന്നവൻ, ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവൻ, കേൾക്കുന്നവൻ എന്നർത്ഥമുള്ള സമീഅ് 45 തവണ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അൽ ബസീർ, എല്ലാം കാണുന്നവൻ എന്നർത്ഥമുള്ള നാമം 51 തവണ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ നാമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആശയത്തിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായ പ്രയോഗം മുറാഖബത്തുല്ലാഹ് എന്നാണ്. മുറാഖബത്തുല്ലാഹ്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു എന്ന ചിന്ത.
അള്ളാഹു ആ ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, മുറാഖബത്തുള്ള എന്നതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളൊരു നിർവചനം ദവാമു ഇൽമിക ബി അന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അംരിക്. നിന്റെ ഒരു കാര്യവും അള്ളാഹുവിങ്കൽ അവ്യക്തമല്ല എന്ന അറിവ് നിലനിർത്തൽ. നിന്റെ ഒരു കാര്യവും റബ്ബിങ്കൽ അവ്യക്തമല്ല, വ്യക്തമാകാത്തതല്ല എന്ന നിന്റെ അറിവ് സദാസമയവും നിലനിർത്തൽ. അതിനാണ് മുറാഖബത്തുല്ലാഹ് എന്ന് പറയുക. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? തിന്മയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന വല്ലാത്തൊരു ഗുണമാണ് മുറാഖബത്തുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരു വിഭാഗം ആരാണ്? വറജുലുൻ, ഒരു മനുഷ്യൻ, ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വ ജമാൽ, ഭംഗിയും ആകാരവും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് ആവശ്യപൂർത്തീകരണത്തിന് അവനെ വിളിച്ചപ്പോൾ ഫഖാൽ, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് ഭയമാണ്. ആരും കാണില്ലെങ്കിലും ആരും അറിയില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയും. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് പേടിയാണ്, എനിക്ക് പടച്ചവനെ പേടിയാണ്. എൻ്റെ റബ്ബ് കാണും, അവൻ അറിയും, അവൻ കേൾക്കും, അവൻ വീക്ഷിക്കും, അവൻ നിരീക്ഷിക്കും. അവൻ റഖീബാണ്, അവൻ ഹഫീളാണ്, അവൻ അലീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ് എന്ന ചിന്ത ആ മനുഷ്യനിൽ ഉണ്ടായപ്പോൾ അള്ളാഹു പറയുകയാണ്, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, പ്രത്യേകം തണല് നൽകി അനുഗ്രഹിക്കപ്പെടുന്നവരിൽ ആ വ്യക്തിയും ഉണ്ടാകും. ഈ ഒരു ചിന്തയാണ് സഹോദരങ്ങളെ എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൽക്കർമ്മങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത്, ഗുണം പകരുന്നത് ഈ ഒരു ചിന്തയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവൻ്റെ കർമ്മങ്ങളെ ഇഹ്സാനുള്ള കർമ്മങ്ങളാക്കി മാറ്റും. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധനകളിൽ മുഴുകുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിലനിർത്തുക. ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കാണുന്ന പോലെ ചെയ്യുക. അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെ ഇബാദത്തുകളിൽ മുഴുകാൻ ഈ ചിന്തയാണ് നമ്മെ സഹായിക്കുക. കർമ്മങ്ങളിൽ ആത്മാർത്ഥതയും പ്രതിഫലേച്ഛയും ഈ ഒരു ചിന്ത നമുക്ക് വാങ്ങിത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേർ യാത്രക്കിടയിൽ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. ഗുഹാമുഖം അടഞ്ഞു പോവുകയാണ്. വലിയ പാറക്കല്ലുകൊണ്ട് ഗുഹാമുഖം അടഞ്ഞു പോകുന്നു. ഓരോരുത്തരും അവരവരുടെ ആത്മാർത്ഥമായ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം ചെയ്ത കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ പറയുന്നത് എന്താണ്? അല്ലാഹുവേ, എനിക്ക് വലിയ ആഗ്രഹമുള്ള എൻ്റെ ഒരു ബന്ധു സ്ത്രീ ഉണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും അവൾ സമ്മതിച്ചിരുന്നില്ല. അവസാനം അവൾ സമ്മതിക്കുന്ന ഒരു ഘട്ടം വരികയും ഞാൻ എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവൾ എന്നോട് പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിന്നത്, ഇൻ കുൻതു തഅലമു അന്നി ഫഅൽതു ദാലിക ബിതിഗാഹ വജ്ഹിക്, അള്ളാഹുവേ, നിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്, നിന്നെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് എന്ന് നിനക്കറിയുമെങ്കിൽ ഫഫ്റുജ് അന്നാ ഫുർജ, ഈ കല്ല് എന്നിൽ നിന്നൊന്ന് മാറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും അല്പം മാറുകയും 3 പേർ പ്രാർത്ഥിക്കുകയും ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് നീങ്ങുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തത് നാം കേട്ടവരാണെങ്കിൽ, സഹോദരങ്ങളെ, ആത്മാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യാൻ മുറാഖബത്തുല്ലാഹ്, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തക്ക് കഴിയുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ ഈ ചിന്ത നമ്മെ സഹായിക്കും. അവർക്കാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുന്നവനാരോ, ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ, അവർക്കാണ് പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത്. അദൃശ്യമായ നിലക്ക് ആരും കാണുന്നില്ലെങ്കിലും മേലുദ്യോഗസ്ഥൻ അറിഞ്ഞില്ലെങ്കിലും ഞാനിതിൽ വഞ്ചന നടത്തിയാൽ, എൻ്റെ ജോലിയിൽ ഞാൻ വീഴ്ച വരുത്തിയാൽ എൻ്റെ റബ്ബ് കാണും എന്ന ബോധത്തോടെ റബ്ബിനെ ഭയപ്പെടുന്നവരാരോ, ലഹും മഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്, വ അജ്റുൻ കബീർ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മുറാഖബത്തുള്ള എന്ന ഈ ഒരു ഗുണം നമുക്ക് നഷ്ടപ്പെട്ടാൽ നാം മുനാഫിക്കുകളായി മാറും. മുനാഫിക്കീങ്ങളുടെ ഗുണം പറയുന്നിടത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പഠിപ്പിച്ചു, യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് പലതും ഒളിച്ചു വെക്കും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ അവർക്കാവുകയുമില്ല. ജനങ്ങൾ അറിയരുത് എന്ന നിലക്ക് ജനങ്ങളിൽ നിന്ന് പലതും അവർ മറച്ചു വെക്കും, ഒളിച്ചു വെക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, യസ്തതിറൂന മിനന്നാസി ഖൗഫൻ മിൻ ഇത്തിലാഇഹിം അലാ അഅമാലിഹിം അസ്സയ്യിഅ, അവരുടെ തെറ്റുകളെങ്ങാനും അറിയുമോ എന്ന് പേടിച്ച് ജനങ്ങൾ കാണാതിരിക്കാനുള്ള എല്ലാ മറകളും അവർ സ്വീകരിക്കും. വലാ യസ്തതിറൂന മിനല്ലാഹി തആല വലാ യസ്തഹിയൂന മിൻഹു, അല്ലാഹു കാണാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അല്ലാഹുവിൽ നിന്ന് ഇത് മറച്ചു വെക്കാൻ അവർക്കൊരു ലജ്ജയും ഉണ്ടാകുന്നില്ല. അല്ലാഹു ആകട്ടെ അവരുടെ എല്ലാ കർമ്മങ്ങളും വീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു ചിന്ത അവരിൽ നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ യാത്രക്കിടയിൽ നടന്നു പോകുന്ന കൂട്ടത്തിൽ, ആരുമറിയാതെ വേഷപ്രച്ഛന്നനായി രാത്രിയിൽ നടന്നു പോകുന്ന കൂട്ടത്തിൽ രണ്ടാളുകളുടെ സംഭാഷണം കേൾക്കുകയാണ്. ഒരു സ്ത്രീ അവളുടെ മകളോട് പറയുന്നുണ്ട്, നീ പാലിൽ വെള്ളം ചേർക്കുക എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർക്കരുതെന്ന് അറിയിച്ചത് നിങ്ങൾക്കറിയില്ലേ എന്ന് ഉമ്മയോട് ചോദിക്കുകയാണ്. ഉമർ നമ്മെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു കാണുന്നുണ്ട് എന്ന് ആ മോൾ മറുപടി പറയുകയാണ്. വലാകിന്നല്ലാഹ യറാന, ഉമ്മ, അല്ല നമ്മളെ കാണുന്നില്ലേ ഉമ്മ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതാരാണെന്ന് അന്വേഷിക്കുകയാണ്. ആ സ്ത്രീയെ തൻ്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ മകനോട് ആവശ്യപ്പെടുകയാണ്, മകനോട് ചോദിക്കുകയാണ്. അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ ആസിം ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും അവളുടെ പേരക്കുട്ടികളിൽ ഒരാളായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല വരികയും ചെയ്യുന്നു. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അല്ലാഹു കാണുന്നു എന്ന ബോധം അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ദീനാർ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഖറജ്തു മഅ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ മക്ക, ഞാനൊരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മക്കയിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ യാത്രക്കിടയിൽ ഒരു ആട്ടിടയൻ്റെ അടുക്കലെത്തി. ഒരു മലഞ്ചെരുവിൽ കുറേ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനെ ഞങ്ങൾ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് നല്ല ഒരു ആടിനെ തരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അടിമയാണ്, ഞാൻ ഈ ആടുകളുടെ ഉടമയല്ല. എൻ്റെ യജമാനൻ അറിയാതെ അനുവാദം തരാതെ എനിക്കൊന്നും തരാനാകില്ല. ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ ആ വ്യക്തിയോട് പറഞ്ഞു നോക്കി, നിന്റെ യജമാനൻ ചോദിച്ചാൽ ചെന്നായ പിടിച്ചതാണ് എന്ന് പറഞ്ഞുകൂടെ? ആ വ്യക്തി തിരിച്ചു ചോദിച്ചു, ഫൈനല്ലാഹ്, അപ്പോൾ അല്ല എവിടെയാണ്? അല്ല കാണുന്നില്ലേ, അല്ല വീക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഫബക ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. പിന്നീട് നേരെ യജമാനൻ ആരാണെന്ന് അന്വേഷിച്ചു. യജമാനന് ഭീമമായ സംഖ്യ കൊടുത്ത് അടിമയെ വാങ്ങി മോചിപ്പിച്ചു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഅതഖതക ഫി ദുനിയ ഹാദിഹിൽ കലിമ, നിന്നെ ദുനിയാവിൽ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിച്ചത് ഈ വാചകമാണ്. ഏതു വാചകം? ഫൈനല്ലാഹ്, ഫൈനല്ലാഹ്, അല്ല എവിടെ? ഉപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല കൂടെ, പക്ഷേ ഫൈനല്ലാഹ്, അല്ല എവിടെയാണ് എന്ന നിന്റെ വാചകമില്ലേ, അതാണ് നിന്നെ ദുനിയാവിൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. വഅർജു അൻ തുഅതിക ഫിൽ ആഖിറ, പരലോകത്ത് നരകത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കാൻ ആ വാചകം മതിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, മുറാഖബത്തുള്ള, അള്ളാഹു തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത സദാസമയവും നിലനിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
ഉസല്ലി വ ഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിലെ അർ-റഖീബ് എന്ന നാമവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. അള്ളാഹു തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നിലനിർത്താനായാൽ ധാരാളം നന്മകൾ ചെയ്യാനും ആ നന്മകളിൽ ആത്മാർത്ഥത നിലനിർത്താനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതുവഴി ജീവിതം സന്തോഷകരമാക്കി തീർക്കാനും പാരത്രിക ലോകത്ത് സ്വർഗാവകാശിയായി മാറാനും നമുക്ക് സാധിക്കുമെന്നാണ് നാം ചർച്ച ചെയ്തത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അവൻ്റെ പക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതും അവൻ അറിയുന്നുണ്ട്. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവനറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലുള്ള ഒരു ധാന്യമാകട്ടെ അതിനെക്കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തു ഉണ്ടാകട്ടെ വ്യക്തമായൊരു രേഖയിലില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊരു വാക്ക് പോലും പറയുക സാധ്യമല്ല. ഒന്നും നമുക്ക് ഉരിയാടാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും കണ്ണിൻ്റെ കള്ളനോട്ടവും അറിയുന്നവനാണ് അള്ളാഹു എന്ന ബോധം സദാസമയവും നാം നിലനിർത്തണം. ഖുർആനിൻ്റെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 69-ാമത്തെ ആയത്താണ് ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ചത്. ആ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വറബ്ബുക യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ, വറബ്ബുക, നിന്റെ രക്ഷിതാവ്, യഅലമു മാ തുകിന്നു സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് പോലും അറിയുന്നുണ്ട്. വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യം, പരസ്യം, കഴിഞ്ഞത്, വരാനിരിക്കുന്നത്, ഒളിഞ്ഞത്, തെളിഞ്ഞത്, ചെറുത്, വലുത് എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാം അറിയുന്ന, അതിൻ്റെ രൂപവും വലുപ്പവും എണ്ണവും കൃത്യവും വ്യക്തവും സമ്പൂർണ്ണമായി അറിയുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായതില്ലേ ഇല്ല. അതുകൊണ്ട് നമ്മൾ രഹസ്യമാക്കിയാലും നമ്മൾ പരസ്യമാക്കിയാലും അള്ളാഹുവിങ്കൽ എല്ലാം പരസ്യമാണ്. വഇൻ തജ്ഹർ ബിൽ ഖൗൽ ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, നിങ്ങൾ എന്ത് പരസ്യമാക്കിയാലും അള്ളാഹു ഗോപ്യമായതും അത്യന്തം രഹസ്യമായതുപോലും അറിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, വസിറു ഖൗലകും വജ്ഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. നിങ്ങൾ വാക്കുകൾ രഹസ്യമാക്കിക്കോ, അതൊന്നും ഒരു കുഴപ്പമില്ല. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു അറിയും. അല്ലെങ്കിലും നിങ്ങൾ സൃഷ്ടിച്ച ലത്തീഫും ഖബീറുമായ അള്ളാഹു സർവ്വതും അറിയില്ലേ എന്നാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് വെളിവാകുന്നൊരു ദിവസത്തെ വഹുസ്സില മാ ഫിസ് സുദൂർ എന്ന് അള്ളാഹു പറഞ്ഞ വിഷയത്തെ നാം ഓർക്കുക, ഭയപ്പെടുക. ജീവിതത്തിൽ എപ്പോഴും മുറാഖബത്തുള്ള എന്ന, അള്ളാഹു റഖീബാണ് എന്ന ചിന്ത, അവൻ ഹഫീലും അലീമും സമീഉം ബസീറുമാണ് എന്ന ബോധം നിലനിർത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോന്നും പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുള്ള സൽസ്വഭാവം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതിൽ നിന്ന് മോചനം നൽകണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.